ഹാപ്പി ബർത്ത്ഡേ. മമ്മിക്ക് വേണ്ടി മമ്മിയുടെ പിള്ളേരുടെ വക ഒരു സമ്മാനമുണ്ട്, അത് പ്ലേ ചെയ്തേ. ഈ സാധനത്തിൽ സൗണ്ട് വെക്കട്ടെ കേട്ടോ. സൗണ്ട് വന്നില്ലേ? ആ, മമ്മിയുടെ ഗ്രൂപ്പിലെ പിള്ളേരുടെ വകയാണ് കേട്ടോ. ഓ birthday, Anname. God bless you. Hi, Dixie Mama. Wish you happy birthday. Happy birthday to you. Happy birthday to you. Happy birthday, our Dixie auntie. Happy birthday to you. Mother Lord, God bless you. Mother Lord, God bless you. Mother Lord, God bless you, dear auntie. Happy birthday to you. Many happy returns of the day, Mama. I love you so much. Happy birthday, Mama. Happy birthday, Mama. Happy birthday, Dixie Andy. Happy birthday, Dixie Mama. Happy birthday, Auntie. Happy birthday, Auntie. Many happy returns of the day, Auntie. Stay happy and blessed. Many happy returns of the day, Auntie. Wishing you a happy year ahead. Happy birthday, Dancy Auntie. Happy birthday, Dancy Auntie. Hi, Dancy Auntie. Happy birthday. God bless you, Auntie. Happy birthday, Dancy Auntie. May God shower you with lots of happiness, love, kindness, health, wealth, and everything you wish for. Many more happy returns of the day. ഇഷ്ടായോ? നോക്ക്, പറ. അപ്പുറത്തെ അവര് വെയിറ്റിംഗ് ആണ്. എന്ത് പറയുന്നത്? അവരുടെ എത്ര ദിവസത്തെ അധ്വാനാന്നറിയോ? താങ്ക് യു. കുറേ പേരക്കുട്ടികൾ, ഞാൻ കാണാത്ത കുറേ പേരക്കുട്ടികൾ. എന്തായാലും ഭയങ്കര സന്തോഷം. മമ്മിക്ക് വേണ്ടി കുറേ ദിവസമായി ഒരു പ്ലാൻ ചെയ്യണു. സന്തോഷം. കുറേ ഹെഡുകളുണ്ട്. അതിപ്പോ മമ്മി ഞാൻ നല്ല നൈറ്റ് ഇട്ടിട്ടിരുന്ന ഞാനിത് കുറച്ച് നേരത്തേക്കല്ലേ വേണ്ടോന്ന് വെച്ചിട്ട് വന്നിട്ട് ഇട്ടതേ. സംഭവം എന്നോട് പറഞ്ഞ ടി വിയിൽ കണക്ട് ചെയ്ത് കാണിക്കാനാ. സംഭവം ഷെയർ ആവണില്ല.
അതാണ് ഈ ടി വിയിൽ കിടന്ന് കളിക്കണ്ടായിരുന്നു. ഞാൻ വിചാരിക്കണ്ടേ ഡിവൈനൊന്ന് പോയി കിടന്നുറങ്ങിയെങ്കിൽ എനിക്കും കൂടി ഒന്ന് കിടക്കാറുണ്ട്. ഇത് പോണില്ല. അവസാനം ഞാൻ എൻ്റെ ഒരു കാപ്പി വെച്ച് ചായ വെച്ചിട്ട് ഇരിക്കുക. മമ്മി അറിയണില്ല ഞാൻ ഇതിനു വേണ്ടിയാ നിക്കണെന്നുള്ളത്. സന്തോഷായില്ലേ? സന്തോഷം. താങ്ക് യു മക്കളെ. അടിപൊളിയായില്ലേ ബർത്ത്ഡേ? തുടക്കം തന്നെ ഉഷാറായി. അപ്പോൾ ഗ്രൂപ്പിൽ പിള്ളേരോട് പോയി താങ്ക് യു വേഗം. വെറൈറ്റിയായി. കുട്ടികളെ പേരക്കുട്ടികളല്ലേ, അതിനൊരു ഭംഗിയുണ്ടല്ലോ. നിങ്ങളൊക്കെ വിഷ് ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് ഇത്രയും സന്തോഷം ഉണ്ടാവില്ല. ഇത് ഭയങ്കര സന്തോഷമായി. എന്നാലും കുറച്ചും കൂടിയൊക്കെ ഭംഗിയിൽ നിന്ന് കുട്ടികൾക്ക് അമ്മാമ്മേനെ കാണിക്കുമ്പോൾ വിചാരിക്കും ഇതാണോ കൂതറ അമ്മമ്മ എന്ന് വിചാരിക്കും. സന്തോഷം കേട്ടോ. ഇനി നമുക്ക് ബാക്കി ഗ്രൂപ്പിൽ പോയി നന്ദി പറഞ്ഞു കേട്ടോ. ആയിക്കോട്ടെ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. ഇന്ന് ഞാൻ അക്കിയുടെ വീട്ടിൽ നിന്നിട്ടാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ശരിക്കും കറണ്ട് പോയിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇൻവേർട്ടറിൽ വർക്ക് ചെയ്യുന്ന ബൾബിലാണ് വെട്ടമുള്ളത്. ശരിക്കും ആ വോള് ആണ് ഞാൻ ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്യാമെന്ന് എന്ന് വിചാരിച്ചു. നല്ലൊരു വോളാണ് കേട്ടോ. അക്കിയുടെ വീഡിയോ നിങ്ങൾ മമ്മീൻ്റെ വീഡിയോയിൽ കുറേ കണ്ടു കാണും. എനിവേ അതൊക്കെ പോട്ടെ. അപ്പോൾ ഇന്ന് Jan 27 മമ്മിയുടെ ബർത്ത്ഡേ ആണ്. ഇത്രയും നാളും ഞങ്ങളാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷം തൊട്ട് നിങ്ങളായത് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ട് അല്ലേ. കഴിഞ്ഞ വർഷമാണ് നമ്മൾ ആദ്യമായിട്ടൊരു മീറ്റപ്പ് മമ്മിയുടെ ബർത്ത്ഡേക്ക് വെച്ച് നമ്മൾ പ്രതീക്ഷയിലും വളരെ സക്സസ്ഫുൾ ആയിട്ടത് മാറിയത്. അന്ന് തൊട്ട് മമ്മിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം മമ്മിയുടെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് ഇത്രയും നാൾ നമ്മളെ അറിയാവുന്ന അല്ലെങ്കിൽ നമ്മളെ അടുത്തറിയാവുന്നവരല്ലെങ്കിൽ നമുക്കറിയാവുന്ന കുറേ പേരായിരുന്നു നമുക്ക് ചുറ്റും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ മമ്മീന് മാത്രമല്ല, ഞാൻ എന്നെ സംബന്ധിച്ചായാലും ആർക്കായാലും ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും വേറെ കുറേ പേര് മറ്റേ ഫ്രണ്ട്സ് വിഷ് ചെയ്യുന്ന പോലെ അല്ലല്ലോ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാത്ത പലരും നമുക്ക് വേണ്ടി വിഷ് ചെയ്യുക, നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുക, ഗിഫ്റ്റ് അയച്ചു തരിക. അതൊക്കെ ഭയങ്കര ഒരു സന്തോഷകരമായ ഒരു സംഭവമാണ്. ഈ പറഞ്ഞ പോലെ നിങ്ങളെല്ലാം പറഞ്ഞ പോലെ മമ്മിയുടെ ഒരു കുഞ്ഞു ഗ്രൂപ്പുണ്ട്. അതായത് നമ്മുടെ മീറ്റപ്പിന് വന്ന ഗ്രൂപ്പ് അതിങ്ങനെ പെരുകി കുറേ ആൾക്കാരായിട്ട് വളരെ നല്ല രീതിക്ക് മമ്മിയുടെ സംഘവും മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു ഗ്രൂപ്പുണ്ട്. ഞങ്ങളെക്കാളും മുമ്പേ അവരവരുടെ കാര്യങ്ങൾ ഭയങ്കര പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ്. അപ്പോൾ ഈ വീഡിയോ വരുമ്പം മമ്മീനെ സർപ്രൈസ് ആക്കിക്കൊണ്ട് അവർ ചെയ്തൊരു സംഭവമൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ടായിരിക്കും. ഒന്നെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യും, അല്ലെങ്കിൽ മമ്മിയുടെ വീഡിയോയിൽ കാണിക്കും. എന്തായാലും നല്ല അടിപൊളിയായിരിക്കും മമ്മിയുടെ ബർത്ത്ഡേ. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മാത്രമായിരുന്ന ഒരു ലോകത്ത് വേറെ ഒരുപാട് പേര്, ഒന്നോ രണ്ടോ പേരല്ല കുറേ പേര് ഉണ്ടെന്നുള്ളതാണ്. കൂടുതലും മമ്മിയുടെ ടോക്സാണ് എല്ലാവർക്കും ഇഷ്ടം അല്ലേ. മമ്മി പറയുന്ന ഓരോ കാര്യങ്ങളും ഒക്കെ ഭയങ്കര ബോൾഡായിട്ട് പറയുന്ന മമ്മീനെ ആയിരിക്കും നിങ്ങൾക്ക് അറിയാവുന്നത്. അതിന് പുറമെ വളരെ നിഷ്കളങ്കമായ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് കരയണ ഒരു മമ്മീനെയാണ് ഞാൻ ആദ്യം തൊട്ട് കല്യാണം കഴിച്ച് വെരി ബേസിക് ടൈം തൊട്ട് ഞാൻ കാണുന്ന മമ്മി എന്ന് പറഞ്ഞാൽ അയ്യോ എന്തെങ്കിലും വന്നോണ്ട് മമ്മിക്കത് വിഷമാവും, അല്ലെങ്കിൽ കരയും. എന്തെങ്കിലും നിസ്സാരം പഴയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് അങ്ങനെയൊക്കെ പറയുമ്പോൾ മമ്മി അവിടെ ഇരുന്ന് കുടുകുടാതെ കരയും. പക്ഷെ ആ മമ്മിയിൽ നിന്ന് ഇപ്പം നിങ്ങൾ കാണുന്ന മമ്മിയിലേക്കുള്ള യാത്ര കുറച്ച് ദൂരം കൂടിയതായിരുന്നു. പക്ഷേ ആ ദൂരം സഞ്ചരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉണ്ടായിരുന്നത് നിങ്ങളുടെയാണ് ഞാൻ ഉറച്ചു പറയും കേട്ടോ. ഞാൻ കണ്ടൊരു മമ്മിയല്ല ഇപ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്. ഈ പറഞ്ഞ പോലെ ദേഷ്യവും പിണക്കവും ഒക്കെ നമ്മുടെ ലൈഫിലൊക്കെ ഉണ്ടാകും. പക്ഷെ അതൊക്കെ വളരെ പോസിറ്റീവായിട്ട് ചിലപ്പോൾ നമുക്ക് നല്ലത് പറയുന്നതായിരിക്കും ഒക്കെ. നമ്മളിപ്പം ഞാൻ ഒരിക്കലും പറയില്ല എപ്പോഴും ചിരിച്ച് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും, അങ്ങനെയല്ല. ഇടയ്ക്ക് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയാൻ മുഖത്ത് നോക്കിയപ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമില്ലാണ്ട് വരും. പക്ഷെ അതൊക്കെ നമ്മളൊരു കൂട്ടുകുടുംബത്തിൽ താമസിക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ട്, അത് രണ്ട് കൂട്ടരും പോസിറ്റീവായിട്ട് എടുക്കണം അല്ലേ. ഒരു കൂട്ടർ മാത്രമല്ല, രണ്ട് കൂട്ടരും പോസിറ്റീവായിട്ട് എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അതൊരു നല്ലൊരു ലൈഫും അല്ലെങ്കിൽ നല്ലൊരു ഫാമിലി ആയിട്ട് മാറുകയാണ്. ഇപ്പം ഞാൻ കണ്ടക്ട് ചെയ്യുന്ന ഒരു ലൈഫ് അങ്ങനെയാണ്. നമുക്ക് എന്തും തുറന്ന് പറയാവുന്നൊരു സ്പേസ്, അല്ലെങ്കിൽ അതിനെ ഒരു നെഗറ്റീവായിട്ട് എടുക്കാണ്ട് വേറെ പ്രശ്നങ്ങളിലേക്ക് പോകാത്തത് കൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ യൂട്യൂബും കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ, എന്നെ പേഴ്സണലി പുഷ് ചെയ്ത് യൂട്യൂബ് എന്നൊരു സംഭവത്തിലേക്ക് എത്തിച്ചത് മമ്മിയാണ്, വേറെ ആരുമല്ല. പിന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും കൂടി ഞാൻ ഇത്രയും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും കൊണ്ട് മാത്രമായിരിക്കും. അപ്പോൾ മമ്മിയുടെ ഈ ബർത്ത്ഡേക്ക് ഞാനൊരു സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ്. മോറോവർ നല്ലൊരു മകനെ എനിക്ക് വേണ്ടി ഒരുക്കി എൻ്റെ ജീവിതത്തിലേക്ക് തന്നതിനും ഞാൻ നന്ദി പറയാണ് കേട്ടോ. കാരണം മമ്മി ആ മകനെ പഠിപ്പിച്ച ഓരോ ശീലങ്ങളും അല്ലെങ്കിൽ ഓരോ ജീവിതശൈലിയും എനിക്കത് കൂടുതൽ ഹെൽപ്പ് ആവാറുണ്ട്. കാരണം നമ്മളെപ്പോഴും പറയാറില്ല, നമ്മൾ അപ്പനെ അമ്മനെ കണ്ടിട്ടായിരിക്കും ആ മകൻ വളരുക എന്നുള്ളത്, അല്ലെങ്കിൽ മക്കൾ വളരുക എന്നുള്ളത്.
അങ്ങനെ വളർന്നൊരു കുട്ടിയായതുകൊണ്ടും നല്ലൊരു ഫാമിലി അറ്റാച്ച്മെൻ്റ് ഉള്ളത് കൊണ്ടും ഡോൺ ചേട്ടനും അങ്ങനെ തന്നെയാണ്. ഭയങ്കര മമ്മീനെ കൂട്ട് ഭയങ്കര അടുക്കും ചിട്ടയിലും ജീവിക്കണ, അല്ലെങ്കിൽ ഇപ്പോൾ ഒതുക്കി വെക്കണ കാര്യം, അല്ലെങ്കിൽ തുണി മടക്കി വെക്കണ കാര്യം ഒക്കെ മമ്മീനെ കൂട്ട്. ശരിക്കും മമ്മിയുടെ ഒരു സ്റ്റൈല് കിട്ടിയിരിക്കുന്നത് ഡോൺ ചേട്ടനാണ്. പറഞ്ഞ പോലെ മമ്മിയെ കുറേ പറഞ്ഞിട്ടുണ്ട്. ഡോൺ ചേട്ടന് ഏറ്റവും ആവശ്യമായിരുന്ന സമയത്ത് മമ്മിയാണ് കൂടുതലും ഉണ്ടായിരുന്നത്. അത് ഏത് അമ്മമാരും അങ്ങനെയാണ്. പക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾ പലതും പലതാണല്ലേ. ഇപ്പം നമ്മൾ നിസ്സാരം ഒരു ബാധ്യത വരുമ്പോൾ നമ്മൾ മകനെ സഹായിക്കുന്ന പോലെയല്ല, അതിലും ക്രൂഷ്യലായൊരു സിറ്റുവേഷൻ വരുമ്പോൾ മകനെ കൂട്ടി പിടിച്ച് ആ മകൻ തളർന്നു പോകാതിരിക്കാൻ ആ അമ്മ ആദ്യം തളർന്നു പോകാതിരിക്കണം അല്ലേ. അത് എല്ലാം കൂടെ നിന്ന് എല്ലാം സംഭവം ഞാൻ പല കാര്യങ്ങളിലും ഇതെന്തിനാ ഇപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത്. കാരണം തൃശ്ശൂർ ഒരുപാട് ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മുറ പോലെ കണ്ടിന്യൂ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആളാണ് കേട്ടോ. തൃശ്ശൂർ അങ്ങനെയാണ്, തൃശ്ശൂർ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് കീപ്പപ്പ് ചെയ്ത് അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പം അമ്മാമ്മ ഉണ്ടായിരുന്ന സമയം വരെ അമ്മാമ്മയോട് പോയി ഡിസിഷൻ എടുക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അമ്മമ്മ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് വരുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നി. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ മമ്മി എല്ലാവരെയും കൂട്ടിപ്പിടിക്കാൻ മാക്സിമം നോക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ പറയുന്ന പോലെ പല സാഹചര്യങ്ങളിലും സത്യം പറയുകയാണെങ്കിൽ ഒരു കുറേ നാളുകൾ, ഒരു 3 വർഷം അവരിരുന്നെങ്കിലും ഇപ്പം അതിനേക്കാളും കളർഫുള്ളായിട്ട് ലൈഫ് പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൂടി, അല്ലെങ്കിൽ ഞങ്ങൾ ആരാണ്, അല്ലെങ്കിൽ ഡോൺ ആരാണ്, ഡെൻസി ആരാണ്, ഡിംപിൾ ആരാണെന്നൊക്കെ അറിയണമെങ്കിൽ ഞങ്ങൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി. അതിലൂടെ ഞങ്ങളെ അറിയുന്ന വഴിയാണ് നിങ്ങൾക്ക് മനസ്സിലായത്. അതിലൂടെ നിങ്ങൾ തരുന്ന സന്തോഷവും സപ്പോർട്ടും സ്നേഹവും ഒന്നും പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തതാണ്. ഞങ്ങൾ 3 പേരിൽ ഏറ്റവും കൂടുതൽ മമ്മീനെ ഇഷ്ടം എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. കാരണം മമ്മിയുടെ വീഡിയോസിലെ ഓരോ കമൻറ്റ് ബോക്സ്, അല്ലെങ്കിൽ മമ്മി ഒരു ദിവസം വീഡിയോ നിങ്ങൾക്ക് അറിയില്ല. മമ്മി ഞങ്ങളിപ്പം വയ്യാതിരിക്കുമ്പം പറയും മമ്മി ഇന്ന് വീഡിയോ ഇട്ട്, ഇല്ല, ആൾക്കാർ രാവിലെ മെസ്സേജ് അയക്കും. ഭയങ്കര ഡെഡിക്കേറ്റീവാണ് ആൾ. എന്ത് കാര്യത്തിനായാലും എനിക്കത് ഞാനും നമ്മളെപ്പോഴും പറയും ഞങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല. കാരണം ആൾ 1 മണിയായാലും 2 മണിയായാലും അവിടെ ഇരുന്ന് അതിനുള്ള വോയിസ് ഓവറൊക്കെ കൊടുത്ത് വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടേ ആൾ കിടക്കുകയുള്ളൂ. അതും പറ്റിയില്ലെങ്കിൽ രാവിലെ സാധാരണ എഴുന്നേക്കാൻ ലേറ്റ് ആവുന്ന മമ്മി വോയിസ് ഓവർ കൊടുക്കാതെ കിടക്കുന്നെങ്കിൽ രാവിലെ 6:30 എഴുന്നേറ്റ് ആ വോയിസ് ഓവർ കൊടുത്തിട്ട് മമ്മി വേറെ കാര്യങ്ങളിലേക്ക് പോകാറുള്ളൂ. കാരണം ഓരോ കാര്യങ്ങൾക്കും ഇപ്പം മക്കളെ ആയാലും നിങ്ങൾ നാളത്തേക്കുള്ളത് കരുതി വെക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു. മമ്മി എപ്പോഴും പറഞ്ഞു ഉറുമ്പ് ശേഖരിക്കുന്ന പോലെ ശേഖരിക്കുകയാണ്. അപ്പം നമ്മളിലേക്കും അത് കൂടുതലും ഇമ്പാക്റ്റ് തരാറുണ്ട്. നമുക്കത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം തോന്നുന്ന ഒരു സംഭവമാണ്. ഇപ്പം നമുക്ക് എല്ലാം അങ്ങ് വിചാരിക്കുമ്പോൾ നടക്കണമെന്നില്ല. പക്ഷേ നമ്മൾ ട്രൈ ചെയ്യാൻ നമുക്കൊരു മോട്ടിവേഷനാണ് അല്ലേ. നമുക്കൊരു മോട്ടിവേറ്റ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ആ ഏപ്രിൽ 30 തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ട് വന്നിരുന്നതിൻ്റെ മേജർ റീസൺ മമ്മി തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു മൈൻഡ് തന്നതും മമ്മി തന്നെയാണ്. അപ്പം അതിനൊക്കെ ഞാൻ താങ്ക്ഫുൾ ആണ്. മോറോവർ ഞാൻ എപ്പോഴും മമ്മിയോട് താങ്ക് ചെയ്യുക, നല്ലൊരു മകനെ തന്നതിനും എല്ലാത്തിനും കൂടെ നിൽക്കുന്നതിനും. എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് കൂടെ നിന്ന് അതിപ്പം ചില സമയത്ത് നമുക്ക് തോന്നും ഡിംപിളിനോടാണോ കൂടുതൽ സ്നേഹം, ചില സമയത്ത് നമുക്ക് ഡോൺ ചേട്ടനോടാണോ കൂടുതൽ. 2 പേർക്കും ഇപ്പോഴും സംശയമുള്ളൊരു കാര്യമാണ്. പക്ഷെ 2 മക്കളുടെയും ഏത് ആവശ്യ സമയത്തും കൂടെ നിൽക്കുന്ന ഒരു അമ്മയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അവരോട് ദേഷ്യപ്പെടും, നിങ്ങൾക്കറിയില്ല ദേഷ്യം എന്നാൽ ഒരു കണ്ണു പൊട്ടണ ചീത്തയൊക്കെ വിളിക്കും. പക്ഷെ മക്കൾക്ക് നന്മയ്ക്ക് വേണ്ടിയായിരിക്കും പറഞ്ഞു. ഞാൻ പറയും ദൈവമേ ഈ മമ്മിയാണോ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്നൊക്കെ ഞാൻ ചോദിക്കും കേട്ടോ. കാരണം നമ്മൾ ടെമ്പർ തെറ്റുന്ന എനിക്കും ടെമ്പർ തെറ്റുന്ന കുറേ അവസരങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ ആർക്കാണോ ഏറ്റവും കൂടുതൽ ആവശ്യം, ഇപ്പം ഡിംപിളിനാണെങ്കിൽ ഡിംപിളിന്, അല്ലെങ്കിൽ ഡോൺ ചേട്ടനാണെങ്കിൽ ഡോൺ ചേട്ടന്, അങ്ങനെ എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരു ആളാണ്. ഇപ്പം മക്കൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് ഡാഡിയിലെത്തിക്കുക. ഡോൺ ചേട്ടൻ്റെ കൂടുതൽ കാര്യങ്ങളും ഡാഡിയിലെത്തിക്കുക മമ്മിയാണ്. ഡിംപിളിന് പിന്നെ പൊതുവെ 2 പേരും ഈക്വലി, അല്ലെങ്കിൽ ആരോടും പറയാനും ബുദ്ധിമുട്ടിൽ എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഫീൽ ചെയ്തിരിക്കുന്നത്. കൂടുതലും ഡോൺ ചേട്ടൻ മമ്മീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം കുറച്ചും കൂടെ മമ്മി ഭയങ്കര സ്ട്രോങ് ആയിട്ട് പറഞ്ഞ് ഇതിൻ്റെ കാര്യങ്ങൾ നോക്കണം. മറ്റേത് ഞാൻ കേട്ടിട്ട് മമ്മി പറഞ്ഞു, അല്ലെങ്കിൽ മമ്മിയുടെ ചിറകിൻ്റെ അടിയിൽ നടക്കുന്ന 2 മക്കൾ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ അവരങ്ങനെയൊന്നും അല്ല. നമുക്ക് ലൈഫിൽ തരുന്ന പല പാഠങ്ങളും കൊണ്ട് മമ്മി പറഞ്ഞു നിങ്ങൾ അങ്ങനെ അങ്ങ് വിട്ടേക്കെന്ന് പറയും കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇത്രയും വർഷം ഈ പറഞ്ഞ പോലെ വളരെ ചെറുപ്പത്തിൽ 18ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച് വളരെ ചെറുപ്പത്തിലൊരു കുട്ടിക്ക് അമ്മയായ ഒക്കെ ഒരു വ്യക്തിയാണ്. കറണ്ട് വന്നു കേട്ടോ. അപ്പോൾ അതിനൊക്കെ
എന്താ പറയുക, എന്ത് വിഷയം ഉണ്ടെങ്കിലും നമുക്കൊരു സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവും. ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. മനുഷ്യരുടെ കാര്യമൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ വളരെ സ്മൂത്തായിട്ട് ലൈഫ് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ലൈഫിൽ എൻജോയ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ എപ്പോഴും ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ എല്ലാമായിട്ട് കട്ടയ്ക്ക് നിൽക്കുക, ആരോഗ്യം നോക്കുക, മരുന്ന് കഴിക്കുക. ഇപ്പോഴും ആള് താഴെ ഷുഗറുമില്ല, ബി പി ഷൂട്ടായിട്ട് കിടക്കുകയാണ്. അപ്പോൾ എന്നെ മമ്മിയുടെ പ്രിയപ്പെട്ട മക്കളെന്നേ പറയുള്ളൂ, മമ്മിയുടെ മക്കൾ കുറച്ച് കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് എനിക്ക് ഇന്ന് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. കാരണം മമ്മി കിടക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ പോകും. കാരണം പിള്ളേരൊക്കെ ഉറങ്ങണ ഒരു സ്റ്റേജിൽ എത്തി. അപ്പോൾ നമുക്കത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. എനിക്ക് മുമ്പേ നിങ്ങളൊക്കെ വിഷ് ചെയ്ത് തുടങ്ങും, അല്ലെങ്കിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ കുറേ പേര് കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. എനിവേ, നിങ്ങളുടെ ആഗ്രഹം പോലെ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ബർത്ത്ഡേ എൻജോയ് ചെയ്യുന്നതിനേക്കാളും നിങ്ങളത് എങ്ങനെ എൻജോയ് ചെയ്യാൻ ഞങ്ങളെ സർപ്രൈസ് ചെയ്യാമെന്നൊക്കെയാണ് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. അപ്പം അതൊക്കെ ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമാണ്. ഈ യൂട്യൂബിലൂടെ കിട്ടിയ ഏറ്റവും വലിയ സമ്പാദ്യം നിങ്ങളിൽ ഓരോരുത്തരും ഞാൻ പറയും. പൈസയൊന്നുമല്ല, നിങ്ങളുടെ സപ്പോർട്ടില്ല പൈസ എന്ന് പറഞ്ഞ സാധനം വരില്ല. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് വളരെ നല്ല രീതിക്ക് ഞങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ മുന്നോട്ട് ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക, അങ്ങനെയൊക്കെ. അപ്പം വൺസ് അഗൈൻ മമ്മിക്ക് എൻ്റെ എല്ലാവിധ പിറന്നാൾ ആശംസകളും നേരെയാണ്. എല്ലാം ലൈഫിൽ ആഗ്രഹിച്ചതൊക്കെ മമ്മിക്ക് ഇനിയും കിട്ടട്ടെ. കുറച്ചധികം നാൾ ഞങ്ങളോട് ഇരിക്കണം. മമ്മി ഇപ്പോഴേ മതിയായി എന്നാണ് പറയുന്നത് കൊച്ചുമക്കളുടെ കൂടെ. ഇനി കുറച്ചധികം നാളും കൂടെ ഞങ്ങളുടെ ഒരു 10-30 വർഷം, കുഴപ്പമില്ല, ഒരു 10-30 വർഷം കൂടെ ഞങ്ങളിവിടെ അങ്ങനെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനിയിപ്പോൾ നാളെ കാണാം മമ്മിയുടെ മക്കളുടെ വകയും ഞങ്ങൾ ഒറിജിനൽ മക്കളുടെ വകയും ഒക്കെയുള്ള കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടറിയാം. അപ്പം എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.